ओम नमो ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगण ललिता शिवशाखान्वितंश्च हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्द राधा कान्द नमोस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी शबानुसुते देवे प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्य च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिने नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्णा हरि ओम तत्सत। ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ്, അധ്യായം 9, ടെക്സ്റ്റ് 19. തപാമ്യഹം അഹം വർഷം നിഘ്രാണാമി ഉത്സൃജാമ്യ ച അമൃതം ചൈവ മൃത്യുശ്ച സദസച്ചാഹം അർജുന. തപാമ്യഹം അഹം വർഷം നിഘ്രണാമി ഉത്സൃജാമ്യ ച അമൃതം ചൈവ മൃത്യുശ്ച സദസച്ചാഹം അർജുന. रूपेश्वरी माता जी. हरे कृष्ण प्रभु जी. तपाम्यहम् अहं वर्षं निगृह्णामि उत्सृजाम्य च अमृतं चैव मृत्युश्च सत् असत् चाहम् अर्जुन. सत् असत्, what is that प्रभु? असत असत ने असत ने. Okay. रम्या माता जी. हरे कृष्णा. तपामि अहं वर्षं निगृह्णामि उत्सृजामि च अमृतं चैव मृत्युश्च सत् असत् चाहम् अर्जुन. वेरी गुड. पार्वती माता जी. अहं वर्षं निगृह्णामि उत्सृजामि च अमृतं चैव मृत्युश्च सद्नसच्चाहम् अर्जुन. वेरी गुड. बबीता माता जी. हरे कृष्ण प्रभु. तपामि अहं वर्षं निगृह्णामि उत्सजं च अमृतं चैव मृत्युं च सदा सच्चाहम् अर्जुन. शैलजा माता जी. हरे कृष्ण. तपाम्यहमहं वर्षं निगृह्णामि उत्सृजामि च अमृतं चैव मृत्युश्च सदसच्चाहमर्जुन. Very good. Oh Arjuna, I give heat and I withhold and send forth the rain. I am immortality and I am also death personified. Both spirit and matter are in me. ഭഗവാൻ അർജുനോട് പറയുന്ന ഭഗവാനാണ് ചൂട്, ഹീറ്റ് തരുന്നത്, മഴ വിത്ത്ഹോൾഡിൽ നിന്നും അയക്കുന്നതും ഞാനാണ്. ഇമ്മോർട്ടാലിറ്റി, അതായത് മരണമില്ലാത്ത അമൃതമായിട്ടുള്ള മരണമില്ലാത്ത അവസ്ഥ. ആൻഡ് ആൾസോ ഡെത്ത് പേഴ്സണിഫൈഡ്, മരണവും ഞാനാണ്. ബോത്ത് സ്പിരിറ്റ് ആൻഡ് മാറ്റർ ആർ ഇൻ മീ. ഭൗതികവും ആത്മീയതയും എന്നിൽ തന്നെയാണ്. അപ്പൊ എല്ലാം ചുരുക്കത്തിൽ എല്ലാം ഭഗവാൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഭഗവാൻ അല്ലാതെ വേറെ ഒന്നുമില്ല. മതഃ പരതരം ന അന്യത് കിഞ്ചിത് അസ്തി ധനഞ്ജയ. ഞാനല്ലാതെ ഒരു സത്യമില്ല. ഇതെല്ലാം ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ശക്തികളാണെന്ന് മനസ്സിലാക്കുക. ഈ ശക്തികളിലൂടെയാണ് ഇതെല്ലാം, ഈ പ്രപഞ്ചം സൃഷ്ടി സ്ഥിതി സംഹാരം നടക്കുന്നത്. സൃഷ്ടിയും ഭഗവാൻ തന്നെയാണ്, സ്ഥിതിയും ഭഗവാനാണ്, സംഹാരവും ഭഗവാൻ.
എല്ലാം ഭഗവാൻ അറിയാതെ തന്നെ ഭഗവാന്റെ ശക്തികളിലൂടെ എല്ലാം ഓട്ടോമാറ്റിക്കലായി നടക്കുന്നു. ഭഗവാൻ ബലറാമിനെ എക്സ്പാൻഡ് ചെയ്തു, ബലറാമായിട്ട് എക്സ്പാൻഡ് ചെയ്തു. എന്നിട്ട് ബലറാമിനെ അത് ഏൽപ്പിച്ചു. ഭഗവാൻ ഈ കാര്യങ്ങളൊന്നും ഇടപെടുന്നില്ല. ഭഗവാൻ തൻ്റെ ഗോപന്മാരുടെയും ഗോപികമാരുടെയും കൂടെ ഗോലോകത്തിൽ ഈ ജസ്റ്റ് പ്ലേയിങ്, ജസ്റ്റ് എൻജോയിങ്. ഹി ഈസ് നോട്ട് ഇൻ ടു ദിസ് എനി അതർ ആക്ടിവിറ്റീസ്. അതെല്ലാം ബലറാമന്റെ, പിന്നെ ബലറാമാണ് എല്ലാം ചെയ്യുന്നത്. So he just expand himself as Balram, then he goes aloof, totally അവിടുന്ന് മാറിയുന്നു. ഈ പ്രപഞ്ചത്തിലെ യാതൊരു കാര്യത്തിലും ഡയറക്റ്റ്ലി ഒന്നും ഇൻവോൾവ് ചെയ്യുന്നില്ല. ഇൻഡയറക്ട്ലി തൻ്റെ ശക്തി മുഖേന എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഭഗവാൻ ഇതെല്ലാം മറന്ന് ഗോലോകവൃന്ദാവനത്തിന് ഗോപികമാരുടെ കൂടെ ആസ്വദിച്ച് കളിക്കുകയാണ്. എങ്ങനെ ഒരു ബിസിനസ് ടൈക്കൂൺ തൻ്റെ പണമെല്ലാം ഇൻവെസ്റ്റ് ചെയ്തു, കമ്പനികൾ നടത്തി, തൻ്റെ കോൺഫിഡൻഷ്യൽ എംപ്ലോയീസിന് അതുകൊണ്ട് ഏൽപ്പിച്ചു കൊടുത്തു. യു ഡു ഇറ്റ് ആൻഡ് ഗിവ് മി ദ പ്രോഫിറ്റ്. ഞാൻ ഇതിലൊന്നും ഇടപെടുന്നില്ല. സോ യു മാനേജ് ദ ഷോ ആൻഡ് ഹി ഗോസ് ആൻഡ് എൻജോയ്സ്. അതേപോലെ ഭഗവാൻ ഇതെല്ലാം തൻ്റെ ശക്തിക്കും അതേപോലെ ബലരാമനും എല്ലാവർക്കും ഏൽപ്പിച്ചു കൊടുത്തു. ആൻഡ് ഹി ജസ്റ്റ് എൻജോയ് ദർ ഇൻ ഗോലോക വിത്ത് ഹിസ് ഗോപാസ് ആൻഡ് ഗോപീസ് ഫ്രണ്ട്സ്. അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഭഗവാനാണ് ഹീറ്റ് തരുന്നത്, മഴ പെയ്യുന്നതും പെയ്ക്കാതിരിക്കുന്നതും, മരണമല്ലാത്തതും അവസ്ഥ എല്ലാം ഭഗവാനാണ്. പക്ഷെ ഡയറക്ട്ലി ഈസ് നോട്ട് ഇൻവോൾവ്. എല്ലാം ത്രൂ ഹിസ് ഏജൻസീസ്, ത്രൂ ഹിസ് ഏജൻസ്, ത്രൂ ഹിസ് പൊട്ടൻസീസ് ഓർ ശക്തീസ്. സോ കൃഷ്ണ ബൈസ് ഡിഫറെന്റ് എനർജീസ്. കണ്ടോ, കൃഷ്ണ not directly buys different energies, diffuses heat and light through the agency of electricity and the sun. ഭഗവാൻ ഡയറക്ട്ലി ഇതിൽ യാതൊന്നും ഇതില്ല. എങ്ങനെ ഒരു കമ്പനി ഉടമസ്ഥൻ തൻ്റെ ഓത്തറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ് മുഖേന എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കുന്നു, അതേപോലെ ഭഗവാൻ തൻ്റെ ശക്തികളിലൂടെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ഡ്യൂറിംഗ് ദ സമ്മർ സീസൺ ഇറ്റ് ഈസ് കൃഷ്ണ who checks rain from falling from the sky. And then during the rainy season, he gives unceasing torrents of rain. The energy which sustains us by prolonging the duration of our life is Krishna. And Krishna meets us at the end as death. So, നമ്മളുടെ ലൈഫ്, ഈ ജീവിതത്തിൽ തരുന്ന എല്ലാ കാര്യങ്ങളും ഭഗവാൻ തന്നെയാണ്. അവസാനം നമ്മളെ മരണത്തിലേക്ക് നയിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. And as death. By analyzing all these different energies of Krishna, one can ascertain that for Krishna there is no distinction between matter and spirit, or in other words, he is both matter and spirit. In the advanced stage of Krishna consciousness, one therefore makes no such distinctions. He sees only Krishna in everything. എല്ലാറ്റിലും ഭഗവാനെ കാണാം, ഭഗവാന്റെ ശക്തിയെ കാണാം. നമ്മളതിനെ വ്യത്യസ്തമായിട്ട് കാണേണ്ട ആവശ്യമില്ല. മാറ്റർ, സ്പിരിറ്റ്. ഭഗവാനെ എന്തിനേയും മാറ്റർ ആക്കാനും പറ്റും, എന്തിനേയും സ്പിരിറ്റ് ആക്കാനും പറ്റും, അതിൻ്റെ ആവശ്യകത അനുസരിച്ചിട്ട്. സോ സിൻസ് കൃഷ്ണ ഇസ് ബോത്ത് മാറ്റർ ആൻഡ് സ്പിരിറ്റ്, ദ gigantic universal form comprising all material manifestation is also Krishna, and his pastimes in Vrindavana as two-handed Shyamasundara playing on a flute are those of the Supreme Personality of Godhead. അപ്പോൾ വൃന്ദാവൻ പാസ്റ്റ് ടൈമും അതും കൃഷ്ണനാണ്. അതേപോലെ ഈ യൂണിവേഴ്സൽ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഓരോ ആക്ടിവിറ്റീസും കൃഷ്ണൻ തന്നെയാണ്, ത്രൂ ഹിസ് ഏജൻസീസ്, ത്രൂ ഹിസ് ഡിഫറെന്റ് പൊട്ടൻസീസ്. അപ്പൊ എല്ലാം കൃഷ്ണമയ, കൃഷ്ണനല്ലാതെ ഒന്നുമില്ല. അപ്പൊ അഡ്വാൻസ് സ്റ്റേജിൽ ഉള്ള ഒരു ഡിവോട്ടി അങ്ങനെ കാണും, ഡിഫറൻഷിയേറ്റ് ചെയ്യില്ല. എല്ലാം ഭഗവാനാണ്, ഭഗവാന്റെ ശക്തികളാണ്, ഭഗവാന്റെ പൊട്ടൻസിയാണെന്ന് മനസ്സിലാകും. ടെക്സ്റ്റ് 20. ത്രൈവിദ്യമാം സോമപാ പൂതപാപാം യജ്ഞേരിഷ്ട്വാ സ്വർഗതിം പ്രാർത്ഥയന്തേ ഹേ പുണ്യം അസാധ്യ സുരേന്ദ്രലോകം അശ്നന്തി ദിവ്യാൻ ദിവിദേവ ഭോഗാൻ. ത്രൈവിദ്യമാം സോമപാ പൂതപാപാം യജ്ഞേരിഷ്ട്വാ സ്വർഗതിം പ്രാർത്ഥയന്തേ തേ പുണ്യം അസാധ്യ സുരേന്ദ്രലോകം അശ്നന്തി ദിവ്യാൻ ദിവിദേവ ഭോഗാൻ. ഓക്കെ, ശൈലജ മാതാജി. Hare Krishna.
त्रैविध्यमां सोमाभूतपापात् यज्ञैरिष्टा स्वर्गदीं प्रार्थयन्ते ते पुण्यमासाद्य सुरेन्द्रलोकम् अश्नन्ति दिव्यान् दिवि देव भोगान्. Good. Parvati Mataji. विद्या मां सोमपापूतपापा यज्ञैरिष्ट्वा स्वर्गतिं प्रार्थयन्ते ते पुण्यमासाद्य सुरेन्द्रलोकम् अश्नाति दिव्यान् दिवि देव भोगान्. Okay, Babita Mataji. त्रैविद्या मां सोम्पा पूता पापा यज्ञैरिष्टाव स्वर्गतिं प्रार्थयन्ते ते पुण्याम् असाद्य सुरेन्द्रलोकम् अश्नान्ति दिव्यान् दिवि देवा भोगन्. Good. Simi Mataji. Hare Krishna. त्रैविद्यमां सोमपापूतपापा यज्ञैरिष्ट्वा स्वर्गतिं प्रार्थयन्ते ते पुण्यमसाद्य सुरेन्द्रलोकम् अश्नाति दिव्यान् दिवि देव भोगान्. Okay, Archana Mataji. Hare Krishna. Traividya mam soma puha paputa papa yajnarištva swargatim prarthayante te punya asadya surendra loka ashanti divyan divideva bhogam. Rupeshri Mataji. हरे कृष्ण प्रभु जी. त्रैविध्यमां सोमपापूतपापा यज्ञैरिष्ट्वा स्वर्गतिं प्रार्थयन्ते ते पुण्यमासाद्य सुरेन्द्रलोकम् अश्नन्ति दिव्यं दिवि देव भोगान्. Very good. Those who study the Vedas and drink the Soma juice, seeking the heavenly planets, worship me indirectly, purified of sinful reactions that take birth on the pious heavenly planet of Indra, where they enjoy godly delights. അപ്പോ ജ്ഞാനികള് വേദങ്ങള് പഠിച്ച് അങ്ങനെ ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ഭക്തന്മാര് അവർക്ക് എന്താണ് അവരുടെ ഉദ്ദേശം എന്താണ്? സ്വർഗലോകത്തിൽ പോവുക, heavenly planets to go for drinking Soma juice and for other enjoyments. Worship me indirectly. എന്നെയാണ് അവർ ഉപാസിക്കുന്നത്, പക്ഷെ വിധിപ്രകാരമല്ല, അവിധിപ്രകാരം, indirectly. Purified of sinful reactions, they take birth on the pious heavenly planet of Indra, where they enjoy godly delights. അപ്പൊ അവരുടെ ആ സുഹൃതി ക്രെഡിറ്റ് അത് കൂടുമ്പോൾ എന്തായി? അവര് ഹെവൻലി പ്ലാനറ്റ്സിൽ പോയി ജനിക്കുന്നു. അവർക്ക് എവിടെ, ഫോർ എക്സാമ്പിൾ ഇന്ദ്രലോകം, ചന്ദ്രലോകം, സൂര്യലോകം, സ്വർഗലോകം എന്നൊക്കെ പറയുന്നില്ലേ, അവിടെ അങ്ങനത്തെ ആസ്വാദനം എല്ലാം മെറ്റീരിയൽ എൻജോയ്മെന്റ് ആണ് കേട്ടോ. എല്ലാം അവനവന്റെ ഇന്ദ്രിയ ആസ്വാദനത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. So the word Traividya refers to three Vedas, Sama, Yajur and Rik. A Brahmana who has studied these three Vedas is called Trivedi. Chaturvedi, Trivedi, Dvivedi ഉണ്ടാവും അല്ലെ? ഒക്കെ സർണയമാണ് നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട്. മൂന്ന് വേദങ്ങളിൽ നിപുണരായിട്ടുള്ള ആൾക്കാര് ത്രിവേദി, 4 ചതുർവേദി, 2 ദ്വിവേദി, അങ്ങനെയൊക്കെ പല പല ടൈറ്റിൽസും കിട്ടും. അപ്പൊ ഇവിടെ ത്രൈവിദ്യ 3 വേദങ്ങളിൽ നിപുണന്മാരായിരുന്നു. അവരെ ത്രിവേദി എന്ന് പറയുന്നത്. എനിവൺ ഹു ഇസ് വെരി മച്ച് അറ്റാച്ച്ഡ് to knowledge derived from these 3 Vedas is respected. അന്നത്തെ കാലത്തെ വേദങ്ങളിൽ നിപുണന്മാരായിട്ട് ആൾക്കാർക്ക് നല്ല ആദരവുണ്ടായിരുന്നു സമൂഹത്തിൽ. Unfortunately, there are many great scholars of the Vedas who do not know the ultimate purport of studying them. ഇതൊക്കെ വായിച്ച് പഠിച്ചിട്ടും അൾട്ടിമേറ്റ്ലി എന്താണ് ഹ്യൂമൻ ഗോൾ, ഹ്യൂമൻ ലൈഫിന്റെ ഗോൾ എന്താണ്, ലക്ഷ്യം എന്താണ് അറിയാത്ത പല പണ്ഡിതന്മാരുണ്ട്. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഇങ്ങനത്തെ ഈ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള കർമ്മകാണ്ഡത്തിലുള്ള ഈ ഉപാസനകളെല്ലാം ചെയ്ത് സ്വർഗലോകത്തിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അൾട്ടിമേറ്റ് പർപ്പോട്ട് അവർക്ക് അറിയുന്നില്ല.
So therefore, Krishna herein declares himself to be the ultimate goal for the Trivedis. Actual Trivedis take shelter under the lotus feet of Sri Krishna and engage in pure devotional service to satisfy the Lord. ശരിക്കും ശാസ്ത്രം പഠിച്ചു കഴിഞ്ഞാൽ, വേദങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ ലക്ഷ്യം മനസ്സിലാകും. അത് ആ ലക്ഷ്യം എന്നാണ് ഭഗവാന്റെ പാതാരബന്ധത്തിൽ ചെന്നെത്തുക എന്നുള്ളതാണ്, ആ ഭഗവാന്റെ സേവിക്കുക എന്നുള്ളതാണ്. Devotional service begins with the chanting of Hare Krishna Mahamantra and side by side trying to understand Krishna in truth. Especially കലികാലത്തില് ഭഗവാനെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? മഹാമന്ത്രം ചൊല്ലിയിട്ടും ഭഗവാന്റെ ആ പരമസത്യത്തിനെ മനസ്സിലാക്കുന്നത് നാമസങ്കീർത്തനത്തിൽ കൂടെയാണ്. Unfortunately, those who are simply official students of the Vedas become more interested in offering sacrifices to the different demigods like Indra and Chandra. By such endeavor, the worshippers of different demigods are certainly purified of the contamination, the low qualities of nature, and are thereby elevated to the higher planetary system or heavenly planets, known as Maharloka, Janaloka, Tapoloka, etc. One situated on those higher planetary system, one can satisfy his senses hundreds of thousands of times better than on this planet. എന്തിനാണ് അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ റിച്വൽസും ഇതെല്ലാം ചെയ്തിട്ട് ഉപരിലോകത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്? ഇപ്പൊ ഇവിടെ ആസ്വദിക്കുന്നതിനേക്കാളും എത്രയോ ആയിരം മടങ്ങ് കൂടുതൽ അവിടെ ഈ ലോകങ്ങളിൽ അവർക്ക് ആസ്വദിക്കാൻ പറ്റും. ഹൈ പ്ലാനറ്റ് സിസ്റ്റം, മാർലോക, ജനലോക, തപോലോക, കൂടുതൽ ഗ്രാറ്റിഫിക്കേഷൻ ഉണ്ടോ? അതുകൊണ്ട് once situated on those higher planet system, one can satisfy his senses hundreds of thousands of times better than on this planet. അതാണ് എൻ്റെ അർത്ഥം. അപ്പോ അത് എങ്ങനത്തെ ആൾക്കാരെ ഈ ഉദ്ദേശം കൊണ്ട് നടത്തുക? കാരണം അവർക്ക് അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ലൈഫ് അറിയാത്തതുള്ളൂ. ഇനിയിപ്പോ അഥവാ അറിഞ്ഞാലും ഇന്ദ്രിയ ആസ്വാദനം അത് കുറച്ചും കൂടി ഉയർന്നല്ല, മറ്റതൊക്കെ സെക്കൻഡറി ആണ്, അത് പ്രൈമറി. അവർക്കറിയാം, ഇവൻ അറിഞ്ഞാലും കൂടിയിട്ട് അവർക്ക് ഇതൊന്നും വിട്ടുമാറാൻ പറ്റുന്നില്ല. ഇന്ദ്രിയ ആസ്വാദനം, ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് അവർ എന്തും സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണ്. So text 21. Tetam bhuktva swargalokam vishalam ksheene punye martyalokam vishanti evam trayi dharmam anuprapanna gada gadam kama kama labhante. Tetam bhuktva swargalokam vishalam ksheene punye martyalokam vishanti evam trayi dharmam anuprapanna gada gadam kama kama labhante. Simi Mataji. तेतं भुक्त्वा स्वर्गलोकं विशालं क्षीणे पुण्ये मर्त्यलोकं विशन्ति एवं त्रयी धर्मम् अनुप्रपन्ना गदा गदं काम काम लभन्ते. Shri Mataji. हरिकृष्ण प्रभु. तेतं भुक्त्वा स्वर्गलोकं विशालं क्षीणे पुण्ये मर्त्यलोकं विशन्ति एवं त्रयी धर्मम् अनुप्रपन्ना गदागदं काम काम लभन्ते. Mataji. हरे कृष्ण. तेतं भूत्वा स्वर्गलोकं विशालं कृष्णे पुण्यमर्त्यलोकं विशन्ति एवं त्रयी धर्मम् अनुप्रपन्ते गदागदं काम काम लभन्ते. Parvati Mataji. एतं भुक्त्वा स्वर्गलोकं विशालं क्षीणे पुण्ये मर्त्यलोकं विशन्ति एवं त्रयी धर्ममनुप्रपन्ना गतागतं काम कामा लभन्ते. Babita Mataji. तेतं भुक्त्वा स्वर्गलोकं विशालं क्षीणे पुण्ये मर्त्यलोकं विशन्ति एवं त्रायी धर्मम् अनुप्रपन्ना यदा गतं काम काम लभन्ते. Very good. Shailaja Mataji. हरे कृष्ण. तेदं भुक्ता स्वर्गलोकं विशालं क्षीणे पुण्ये मर्त्यलोकं विशन्ति
एवं त्रयी धर्ममनुप्रपन्ना गदागदं कामकामालबन्धे. Okay. When they have thus enjoyed vast heavenly sense pleasure and the results of their pious activities are exhausted, they return to this mortal planet again. Thus, those who seek sense enjoyment by adhering to the principles of the three Vedas achieve only repeated birth and death. So, ഇതിനുള്ള പ്രശ്നം എന്താണ്? നമ്മള് വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആ റിച്വൽസ് എല്ലാം നമ്മൾ അത് പ്രകാരം നമ്മൾ ഉപരി ലോകങ്ങളിൽ പോയാലും ശരി, എന്തിനു വേണ്ടിയിട്ട്? സെൻസ് പ്ലഷർ. ആ ക്രെഡിറ്റ് കഴിഞ്ഞാൽ, എക്സോസ്റ്റ് ആയാൽ തിരിച്ച് ഇവിടെ മർത്യലോകത്തിൽ വരണം. എന്താ അവർക്ക് എന്താണ് അതിന്റെ എൻഡ് റിസൾട്ട് എന്ന്? റിപ്പീറ്റഡ് ബർത്ത് ആൻഡ് ഡെത്ത്. ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് ക്ഷീണേ പുണ്യ മർത്യലോകം വിഷൻ. നമ്മളുടെ പുണ്യം കഴിഞ്ഞാൽ, ക്ഷീണിച്ചാൽ, എക്സോസ്റ്റ് ആയാൽ തിരിച്ചു വരണം മർത്യലോകം. ഏതാണ് മർത്യലോകം? ഏതാണ് മർത്യലോകം? ഭൂമി, മോഡൽ എർത്ത്. ബാക്കിയെല്ലാം നമ്മളുടെ ക്രെഡിറ്റ് എക്സോസ്റ്റ് ചെയ്യാണ്, അവിടെ ചെലവഴിക്കുകയാണ്. എക്സ്പെൻഡിച്ചർ മുകളിലായാലും താഴെയായാലും ശരി. നമ്മുടെ കർമ്മം, നമ്മുടെ ആ ക്രെഡിറ്റ്, പയസ് ക്രെഡിറ്റ് ഓർ ഇംപയസ് ക്രെഡിറ്റ്, രണ്ടും നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ചിട്ട്, നമ്മൾ എൻജോയ് ചെയ്യുന്നതനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ സഫർ. ഇപ്പോൾ സത്കർമ്മം നമ്മൾ എൻജോയ് ചെയ്യുന്നു, ദുഷ്കർമ്മം നമ്മൾ സഫർ ചെയ്യുന്നു. രണ്ടും അത് ക്ഷീണിച്ചുകൊണ്ടേയിരിക്കും. അവസാനം ഇതെല്ലാം കഴിഞ്ഞാൽ തിരിച്ചെവിടെ എത്തുന്നു? തിരിച്ച് ഭൂമിയിൽ നിന്ന് എത്തുന്നു. അപ്പൊ വിഷ്യസ് സൈക്കിളാണത്. ഭൂമിയിൽ നിന്ന് നമ്മൾ കുറെ പയസ് ക്രെഡിറ്റ് ഗ്യാദർ ചെയ്യുന്നു, എന്നിട്ട് ഉപരിലോകത്തിൽ പോകുന്നു, എൻജോയ് ചെയ്യുന്നു, തിരിച്ച് ഭൂമിയിൽ വരുന്നു. പിന്നെ കുറെ ദുഷ്പ്രവൃത്തികളുടെ നമ്മൾ ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ അപ്പോൾ ലോവർ പ്ലാനറ്റ് സിസ്റ്റം. അപ്പൊ അതെല്ലാം സഫർ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും ഭൂമിയിൽ വരുന്നു. സോ അങ്ങനെ നമ്മളുടെ ക്രെഡിറ്റിനെ, പയസ് ക്രെഡിറ്റ്, ഇംപയസ് ക്രെഡിറ്റ് രണ്ടും കഴിയുമ്പോൾ തിരിച്ച് നമ്മുടെ ഭൂമിയിൽ നിന്ന് വരുന്നു. ദെൻ റിപ്പീറ്റഡ് ബർത്ത് ആൻഡ് ഡെത്തിൽ കൂടെ ഈ സൈക്കിൾ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. So one who is promoted to the higher planet system enjoys a longer duration of life and better facilities for sense enjoyment. Yet, one is not allowed to stay there forever. നമ്മുടെ ക്രെഡിറ്റ് കഴിയുന്നവരെ, ആ പയസ് ക്രെഡിറ്റ് കഴിയുന്നവരെ അവിടെ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ വേറെ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺ ആണ്, നമ്മൾ വേറെ രാജ്യത്തേക്ക് പോയാൽ അവിടെ വിസ എത്ര കൊല്ലം ഉണ്ട്, അത്ര കൊല്ലം നമുക്ക് നിൽക്കാൻ പറ്റും, അല്ലേ? 2 വർഷമെങ്കിൽ 2 വർഷം, 5 വർഷമെങ്കിൽ 5 വർഷം. അത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരണം. പെർമനന്റ്ലി അവിടെ നിൽക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ നമ്മളുടെ ക്രെഡിറ്റ് കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് മർത്യലോകത്തിൽ വരണം. One is again sent back to this earth upon finishing the resultant fruits of pious activities. He who has not attained perfection of knowledge, as indicated in the Vedanta Sutra, Janmadiyasya Yatha, or in other words, he who fails to understand Krishna, cause of all causes, becomes baffled about achieving the ultimate goal of life, and is thus subjected to the routine of being promoted to the higher planets and then again coming down, as if situated on a Ferris wheel, which sometimes goes up and sometimes come down. നമ്മുടെ ജയന്റ് വീൽ കണ്ടിട്ടില്ലേ? ഫെറീസ് വീൽ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ മുകളില്, താഴെ, അങ്ങനെ മുകളിലും താഴെയായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ നമ്മളുടെ ഈ സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്, അപ്പർ പ്ലാനറ്റ് സിസ്റ്റം, ലോവർ പ്ലാനറ്റ് സിസ്റ്റം, മിഡിൽ പ്ലാനറ്റ് സിസ്റ്റം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. നമ്മുടെ പയസ് ഇംപയസ് ക്രെഡിറ്റിന്റെ അടിസ്ഥാനത്തിൽ അത് ചിലപ്പോൾ മുകളിൽ, ചിലപ്പോൾ താഴെ, ചിലപ്പോൾ മിഡിലിൽ, അങ്ങനെ ഇരിക്കും. So the purport is that instead of being elevated to the spiritual world, from which there is no longer any possibility of coming down, one simply revolves in the cycle of birth and death on higher and lower planet system. അതാണ് അതിൻ്റെ. അപ്പൊ നമ്മള് ഈ ഭൗതിക ലോകത്ത് നിന്ന്, ഭൗതിക പ്രപഞ്ചത്തിൽ നിന്ന് ആത്മീയ ലോകത്തിൽ പോയാൽ ഈ ഫെറിസ് വീലിൽ പോകേണ്ട ആവശ്യമില്ല. പിന്നെ അവിടുന്ന് തിരിച്ചു വരേണ്ട ആവശ്യമില്ല. ഗത്വാനന് വർത്തന്തെ, അല്ലേ? അവിടെ പോയി കഴിഞ്ഞാൽ, അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ഇവിടേക്ക് ഒരു യാത്രയില്ല. ന തദ് ഭാഷയതേ സൂര്യോ ന ശശാങ്കോ ന പാവകഃ യത് ഗത്വാനന് വർത്തന്തെ തദ്ധാമ പരമം മമ.
എന്നാണ് പറയുന്നത്. No possibility, of coming down. One simply revolves in the cycle of birth and death on higher and lower planet system. One should better take to the spiritual world to enjoy an eternal life full of bliss and knowledge, never return to this miserable material existence. അപ്പൊ അത് ആഗ്രഹിക്കുന്ന ആൾക്കാർ അതനുസരിച്ചിട്ട് ഡിവോഷണൽ സർവീസ് ചെയ്തിട്ട് ഭക്തിയുത സേവനം ചെയ്തിട്ട് ഭഗവാന്റെ ധാമിലേക്ക് പോകണം. എന്നാൽ അവിടുന്ന് റിട്ടേൺ ടിക്കറ്റ് ഇല്ലാണ്ട് നമുക്ക് സിംഗിൾ പാസേജ് വൺ വേ ടിക്കറ്റിൽ പോകാൻ പറ്റും, തിരിച്ചു വേണ്ട ആവശ്യമില്ല. മറ്റതൊക്കെ നമ്മൾ റിട്ടേൺ ടിക്കറ്റ് എടുത്ത് പോകണം എന്നാണ് പറയുന്നത്. ടെക്സ്റ്റ് 22. അനന്യശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അനന്യശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ശൈലജ മാതാജി. ഹരേ കൃഷ്ണ. അനന്യ ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ബബിത മാതാജി. അനന്യശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ഭൂപേശ്വരി മാതാജി. ഹരേ കൃഷ്ണ. അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. സിമി മാതാജി. अनन्याश्चिन्तयन्तो मां ये जना पर्युपासते तेषां नित्याभियुक्तानां योगक्षेमं वहाम्यहम्. അർച്ചന മാതാജി. ഹരേ കൃഷ്ണ. അനന്യാശ്ചിന്തയന്തോ മാം യേ ജനം പര്യുപാസ്യതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ഹരിബോൾ. ഓക്കെ. But those who always worship me with exclusive devotion, meditating on my transcendental form, to them I carry what they lack and I preserve what they have. Yoga Kshemam Mahamyam. LIC slogan. Life insurance of India. Yoga Kshemam Mahamyam. ഇതെന്നെടുത്തിരിക്കുന്നതാണ്. എന്നാണ് അനന്യ ചിന്ത. വേറൊരു ചിന്തയും പാടില്ല. എക്സ്ക്ലൂസീവ് ഡിവോഷൻ, ഓൺലി ടു മീ. ഭഗവാൻ അത്രയും സ്വാർത്ഥനാണോ? സെൽഫിഷ് ആണോ? എന്നെ മാത്രം ഉപാസിക്കാനാണ് പറയുന്നത്, മറ്റാരും ഉപാസിക്കരുത്. Those who always worship me with exclusive devotion. വേറൊരു ചിന്തയും പാടില്ല. അനന്യ, no other thought. And meditating on my transcendental form. എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ വീണ്ടും അത് അടിവര വെച്ചിട്ട് പറയുന്ന ട്രാൻസെൻഡൽ ഫോം? ഭഗവാൻ അവ്യക്തമല്ല, ഭഗവാൻ ശക്തിയല്ല, ഭഗവാൻ വ്യക്തിയാണ്. ഭഗവാന്റെ ആ അവ്യക്തമായിട്ടുള്ള അതിനെല്ലാം ഉപാസിക്കേണ്ടത്, വ്യക്തമായിട്ടുള്ള വ്യക്തി പേഴ്സണൽ ഫോമിനാണ് ഉപാസിക്കേണ്ടത്. അത് വളരെ അടിവരയിട്ട് ഇവിടെ പറയുകയാണ്. എന്നെ മാത്രമേ ഉപാസിക്കാൻ പാടുള്ളൂ. കാരണം ഈസ് ഓൺലി വൺ വിത്തൗട്ട് എ സെക്കൻഡ് ഗോഡ്. ഈസ് വൺ വിത്തൗട്ട് എ സെക്കൻഡ്. രണ്ടാമതൊരാളില്ലാത്തത്. ബാക്കിയെല്ലാം ഭഗവാന്റെ അത്തോറൈസ്ഡ് റെപ്രസെന്റേറ്റീവ്സ് ആണ്, എംപവേർഡ് പേഴ്സണാലിറ്റീസ് ആണ്. ഭഗവാൻ ഈസ് ദ ഹോൾ ആൻഡ് സോൾ. അദ്ദേഹത്തിന് മാത്രം ഉപാസിക്കാനാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഭഗവാൻ ഇസ് സോ സെൽഫിഷ്, വൈ ഈസ് നോട്ട് അലവിങ് us to worship others, other gods? അത് നമ്മളുടെ തെറ്റിദ്ധാരണയാണ്. എല്ലാ ഈശ്വരന്മാരും എല്ലാ ഗോഡും ഡെമി ഗോഡ്സ് ഒക്കെ ഒരേ തലത്തിൽ നമ്മൾ കാണും. നമ്മുടെ തെറ്റിദ്ധാരണയാണ്. ഗോഡ് ഈസ് ഓൺലി വൺ. ഹി ഈസ് വൺ വിത്തൗട്ട് എ സെക്കൻഡ്. ദർ ഇസ് നോ കോമ്പറ്റേറ്റർ ഫോർ ഹിം. ഭഗവാന് കോമ്പറ്റേറ്റർ ഉണ്ടോ? അപ്പൊ അത് തെറ്റിദ്ധാരണയാണ്. എല്ലാ ഭഗവാനും ഒന്നാണ്. കൃഷ്ണനും പിന്നെ ശിവനും ദേവിയും
ഇന്ദ്രനും ചന്ദ്രനും സൂര്യനും എല്ലാം ഒന്നെന്ന് തെറ്റിദ്ധരിക്കുന്നത് നമ്മളാണ്. ഭഗവാൻ പറഞ്ഞിട്ടില്ല എല്ലാവരും ഒന്നാണെന്നുള്ളത്. നമ്മളുടെ മിസ്ഇന്റർപ്രിട്ടേഷൻ ആണ്. സോ മെഡിറ്റേറ്റിംഗ് ഓൺ മൈ ട്രാൻസെൻഡന്റ് ഫോം. ഇപ്പൊ എന്റെ അർച്ചവിഗ്രഹത്തിലോ എന്റെ ദിവ്യമായിട്ടുള്ള ആ രൂപത്തിലോ മെഡിറ്റേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ടു ദം ഐ ക്യാരി വാട്ട് ദ ലൈക്ക്. അവർക്ക് എന്താണ് അവർക്ക് ഇല്ലാത്തത് അത് ഞാൻ കൊടുക്കുന്നു. ആൻഡ് ഐ പ്രിസർവ് വാട്ട് ദ ഹാവ്. എന്താണ് അവരിലുള്ളത് അത് ഞാൻ പ്രിസർവ് ചെയ്യുന്നു. So it's a beautiful shloka. One who is unable to live for a moment without Krishna consciousness cannot but think of Krishna 24 hours a day, being engaged in devotional service by hearing, chanting, remembering, offering prayers, worshipping, serving the lotus feet of the Lord, rendering other services, cultivating friendship, surrendering fully to the Lord. ഇവിടെ എന്താണ് പറയുന്നത്? ഭഗവാനെ ഒരു നിമിഷം കൂടി മറക്കാതെ കൃഷ്ണാവബോധത്തിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ നവവിധ ഭക്തി അതിനെ ആശ്രയിക്കുക. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. പ്രഹ്ലാദ് മഹാരാജ് പറഞ്ഞിട്ടുള്ള ഈ നവവിധ ഭക്തിയിലൂടെ എപ്പോഴും ഭഗവാനെ സ്മരിക്കാൻ പറ്റും. എപ്പോഴും നമ്മൾ കൃഷ്ണാവബോധത്തിൽ സ്ഥിതി ചെയ്യാൻ പറ്റും. 24 മണിക്കൂറും. So such activities are all auspicious and full of spiritual potencies, which make the devotee perfect in self-realization, so that his only desire is to achieve the association of supreme personality of Godhead. ബാക്കി എല്ലാം ടെമ്പററി നമുക്കറിയാം. ഭഗവാനും ഭഗവാന്റെ ലീല, ഭഗവാന്റെ ഗുണങ്ങള്, അതേപോലെ ഭഗവാന്റെ നാമം, ഇതെല്ലാം പെർമനന്റ് ആണ്. ബാക്കി നമ്മുടെ ഈ ഭൗതിക ലോകത്തിൽ കാണുന്നതെല്ലാം എന്താണ്? ടെമ്പററിയാണ്. ഈ നമ്മുടെ ദേഹം കൂടി ടെമ്പററിയാണ്, നമ്മുടെ കൂടെ വരില്ല. നമ്മൾ താമസിക്കുന്ന വീട്, നമ്മുടെ ബന്ധുക്കള്, മിത്രങ്ങള്, ഇതെല്ലാം ടെമ്പററിയാണ്. ഒരിക്കലും ആരും ഇവിടെ കൂടെ നമ്മുടെ സമ്പത്ത് വരില്ല, നമ്മുടെ ബന്ധുമിത്രാദികൾ വരില്ല, നമ്മളുടെ പേരും പ്രശസ്തിയും വരില്ല. പക്ഷെ ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ആ ഭഗവാനെ ഉപാസിക്കാൻ എങ്ങനെ? അനന്യ ചിന്ത, വേറൊരു ചിന്തയില്ലാതെ. Such activities are all auspicious and full of spiritual potencies, which make the devotee perfect in self-realization, so that his only desire is to achieve the association of supreme personality of Godhead. Such a devotee undoubtedly approaches the Lord without difficulty. This is called yoga. By the mercy of the Lord, such a devotee never comes back to these material conditions of life. അപ്പൊ അങ്ങനത്തെ ഒരു ശുദ്ധഭക്തൻ ഒരിക്കലും തിരിച്ച് ഈ ഭൗതിക ലോകത്തിലേക്ക് വരില്ല. ഫോർ പെർപെച്വൽ സഫറിങ്. ക്ഷേമ റിഫേഴ്സ് ടു മെർസിഫുൾ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോർഡ്. നമ്മളെ സംരക്ഷിക്കുക, അതാണ് ക്ഷേമ, യോഗക്ഷേമം. നമ്മളെ ഏതൊരു സിറ്റുവേഷനിലും നമ്മളെ സംരക്ഷിക്കാൻ ഭഗവാനെ കഴിയുള്ളൂ, ഒരാർക്കും കഴിയില്ല. നമ്മളുടെ പണമോ നമ്മളുടെ ഇൻഫ്ലുവൻസോ നമ്മുടെ ബന്ധുക്കളോ ഒന്നിനും നമ്മളെ സംരക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളുടെ ഒരു തെറ്റിദ്ധാരണ, എനിക്ക് ഒരുപാട് പണമുണ്ട്, എനിക്ക് ആൾബലമുണ്ട്, എനിക്ക് അറിവുണ്ട്, അങ്ങനെ പല പല കാര്യങ്ങളും നമ്മളെ സംരക്ഷിക്കാൻ പറ്റും വിചാരിക്കുന്നു. പക്ഷെ ഇതൊന്നും നമ്മുടെ സംരക്ഷണത്തിൽ വരില്ല. ഭഗവാൻ മാത്രമേ. പാഞ്ചാലിയും അതാണ് ആദ്യം വിചാരിച്ചത്. എനിക്ക് കരുത്തുള്ള 5 പാണ്ഡവന്മാരുണ്ട്, 5 ഭർത്താക്കന്മാരുണ്ട്, അവർ പോരെ, എന്തിനാ പേടിക്കുന്നത്? ഏതൊരു ആപത്തു നിന്നും എന്നെ രക്ഷിക്കാൻ അവർക്ക് കഴിവുണ്ട്. പക്ഷെ ആ സമയം, ഈ വസ്ത്രാക്ഷേപ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അവർക്ക്. ഭീഷ്മ പിതാമൻ, ഗ്രാൻഡ് സർ, അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. ദ്രോണാചാര്യ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്തിന്? അവിടുത്തെ രാജാവിന് ധൃതരാഷ്ട്രർ ചെയ്യാൻ പറ്റിയില്ല. അവസാനം ആരാണ് പ്രൊട്ടക്ട് ചെയ്തത്? ഭഗവാൻ. ഭഗവാന്റെ നാമം, ഭഗവാനെ വിളിച്ചപ്പോ ഭഗവാൻ സാരിയുടെ രൂപത്തിൽ വന്ന് ദ്രൗപദിയെ രക്ഷിച്ചു. അപ്പൊ ഭഗവാന് മാത്രമേ നമ്മളെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ. അതിന്റെ അർത്ഥം ഒന്നും ചെയ്യരുതെന്നല്ല, നമ്മൾ പ്രയത്നിക്കണം. ഒന്നും പറ്റിയിട്ടെങ്കിൽ തീർച്ചയായിട്ടും അറ്റ്ലീസ്റ്റ് അവസാനെങ്കിലും ഭഗവാനെ പൂർണ്ണമായിട്ടും ചരണം പ്രാപിക്കുക. നമ്മുടെ കയ്യിൽ നിന്നെല്ലാം വിട്ടുപോയി. നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യണം. പക്ഷെ എപ്പോഴും ഭഗവാനെ സ്മരിച്ചിട്ടായിരിക്കണം. ഒന്നും
ഒരു നിവൃത്തിയില്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഭഗവാൻ തന്നെ ശരണമുള്ളൂ. ആ ശരണാഗതി നമുക്ക് എപ്പോൾ വരുന്നു തീർച്ചയായിട്ടും ഭഗവാൻ നമ്മുടെ സംരക്ഷണത്തിന് എത്തും. The Lord helps the devotee to achieve Krishna consciousness by yoga. And when he becomes fully Krishna conscious, the Lord protects him from falling down to a miserable condition. Fully Krishna conscious. അപ്പൊ പിന്നെ ഭഗവാൻ എങ്ങനെ അർജുനന്റെ രഥം കയ്യില് നയിക്കാൻ തുടങ്ങിയോ അതേപോലെ നമ്മളുടെ മനസ്സാകുന്ന രഥത്തിനെ നയിക്കും വേണ്ട വിധത്തില്. പൂർണ്ണമായിട്ട് ആ വിശ്വാസം ഉണ്ടായിരിക്കണം ഭഗവാൻ എന്നെ സംരക്ഷിക്കും എന്നല്ലോ. അവശ്യ രക്ഷിപേ കൃഷ്ണ അല്ലെ, ശരണാഗതിയിൽ പറയുന്നില്ലേ, അവശ്യ രക്ഷിപേ, അതായത് ഭഗവാൻ കൃഷ്ണനെ തീർച്ചയായിട്ടും രക്ഷിക്കും എന്നുള്ള ആ അടിയുറച്ച വിശ്വാസം നമുക്ക് വേണം. അത് കൃഷ്ണന് പറ്റുമോ, കൃഷ്ണൻ വരുമോ, ആ സംശയം ഉണ്ടെങ്കിൽ പിന്നെ വരില്ല. ആ ഒരു അടിയുറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ ഭഗവാൻ തീർച്ചയായിട്ടും വരും. So the Lord helps the devotee to achieve Krishna consciousness by yoga. And when he becomes fully Krishna conscious, the Lord protects him from falling down to a miserable condition in life. Twenty-three. Epyanya devata bhakta yajante shraddhayanvita tepi mameva kaunteya yajanti avidhi purvakam. Epyanya devata bhakta yajante shraddhayanvita tepi mameva kaunteya yajanti avidhi purvakam. Shailaja Mataji. Hare Krishna. Epyanya devata bhakta yajante shraddhayanvita tepi mameva kaunteya yajanta vidhi purvakam. Okay, Simi Mataji. Hare Krishna. Epi anya devata bhakta yajante shraddhayanvita tepi mam yeva kaunteya yajanti avidhi purvakam. Archana Mataji. Hare Krishna. Epi अन्यातीपता भक्ता यजन्ते श्रद्धयन्विता तेऽपि मामेव कौन्तेया यजन्ति अविधिपूर्वकम्. Very well, Babita Mataji. ये अन्य देवता भक्ता यजन्ते श्रद्धयान्विता तेऽपि माम् एव कौन्तेय यजन्ति अविधिपूर्वकम्. Bhupeshni Mataji. एप्यन्यदेवता भक्ता यजन्ते श्रद्धयान्विता तेऽपि माम् एव कौन्तेय यजन्ति अविधिपूर्वकम्. Very well, Parvati Mataji. येऽप्यन्यभिदेवता भक्ता यजन्ते श्रद्धयान्विता तेऽपि मामेव कौन्तेय यजन्त्यविधिपूर्वकम्. Very well. Those who are devotees of other gods and who worship them with faith actually worship only me, or son of Kunti, but they do so in a wrong way. So, വളരെ ക്ലിയർ ആയിട്ട് ഭഗവാൻ അർജുനൻ പറയുന്നത്, മറ്റ് അന്യദേവതമാരെ ഉപാസിക്കുന്ന ആൾക്കാര് അവരെ ആക്ച്വലി എന്നെയാണ് വേർഷിപ്പ് ചെയ്യുന്നത്. പക്ഷെ അവരെ അറിയാത്തത് കൊണ്ട് ഇൻഡയറക്ട്ലി ഇൻ എ റോങ് വേ ഞാനാണ് എന്നുള്ള ആ സങ്കല്പത്തില് ഒരു തെറ്റിദ്ധാരണയില്ല. എല്ലാവരും ഒന്നാണ് എന്നൊരു തെറ്റിദ്ധാരണ അവര് അവിധിപൂർവകമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കിയാൽ നമ്മൾ കറക്റ്റ് ചെയ്യണ്ടേ അല്ലേ? നമ്മളും ഇതേപോലെ ആയിരുന്നു. എല്ലാവരും ഒന്നാണ്, ബ്രഹ്മ വിഷ്ണു മഹേശ്വര, അവരെല്ലാം സെയിം ഗോഡ് ഇൻ ഡിഫറെന്റ് ഫോംസ് ഓർ ഡിഫറെന്റ് നെയിംസ് അല്ല. അവിടെ അത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ദോസ് ആർ ഡിവോട്ടീസ് ഓഫ് അതർ ഗോഡ്സ് and who worship them with faith. ആക്ച്വലി വർഷിപ്പ് ചെയ്യും. അപ്പോൾ ഞാനാണ് എന്ന് വിചാരിച്ചിട്ടാണ് മറ്റുള്ളവരെ ഉപാസിക്കുന്നത്.
അപ്പൊ അവര് തെറ്റായ രീതിയിലാണ് ആ ഉപാസന ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ തെറ്റായിട്ടുള്ള രീതിയിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കറക്റ്റ് ചെയ്യണ്ടേ. അപ്പൊ നമ്മൾ ഏത് ക്ഷേത്രത്തിൽ പോയാലും ഏഹ്, ഏത് അവിടുത്തെ അർച്ചവിഗ്രഹം ആരാണ് എന്താണെന്ന് വെച്ചാൽ അവരോട് എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഭഗവാന്റെ ആ കൃഷ്ണഭക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കൃഷ്ണ പ്രേമത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് വേണ്ടത്. ഏത് ഓത്തന്റിക് ടെമ്പിളിൽ നമുക്ക് പോകാൻ പ്രാർത്ഥിക്കാം. നമ്മള് ആ അവിടുത്തെ ആ ഡേറ്റ് നമ്മള് എന്താണ് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ആയിട്ട് കാണാൻ പാടില്ല. ഈ വിഷ്ണുതത്വം അല്ലെങ്കിൽ വിഷ്ണുതത്വം ആണെങ്കിൽ ഡെഫിനറ്റ്ലി യെസ് ഈസ് ദ സുപ്രീം. അല്ല ശിവന്റെ അമ്പലമാണ്, ദേവിയുടെ അമ്പലമാണ്, ഗണപതി, ഹനുമാൻ, അങ്ങനെ ഒരുപാട് അമ്പലം. അവരെയൊന്നും ഭഗവാന് തുല്യമായിട്ട് കാണാൻ പാടില്ല ഒന്ന്. അപ്പൊ അവരോടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് കൃഷ്ണഭക്തിക്ക് വേണ്ടിയിട്ടാണ്, ആ ഒരൊറ്റ പ്രാർത്ഥനയ്ക്ക് വേണ്ടി. അപ്പൊ അവരെ ഭഗവാന്റെ വളരെ കോൺഫിഡൻഷ്യൽ എംപവേർഡ് ഏജന്റ് ആയിട്ട് കാണും, ഭഗവാന്റെ എക്സ്പാൻഷൻ ആയിട്ട് കാണുക, ഭഗവാന്റെ എംപവേർഡ് റെപ്രസെന്റേറ്റീവ് ആയിട്ട് കാണും. ഇൻഡിപെൻഡന്റ് ആയിട്ട് കാണാൻ പാടില്ല. അവരെല്ലാം ആരാണ്? അന്യദേവി ദേവതമാരെ ഇൻഡിപെൻഡന്റ് അല്ല, ഭഗവാൻ മാത്രമേ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളൂ. അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ട് അത് പ്രകാരം നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ എന്താണ്? വി ആർ ഡൂയിങ് ഇറ്റ് ഇൻ എ റോങ് വേ, അവിധിപൂർവ്വം. വളരെ ക്ലിയർ ആണ്. അപ്പോൾ അന്യദേവി ദേവതമാരെ പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു മെസ്സേജാണ്, പ്രാർത്ഥിച്ചോളൂ, പക്ഷെ എന്താണ്? ഇൻ റിലേഷൻ വിത്ത് ദ സുപ്രീം ലോർഡ്. അങ്ങനെ ഇരിക്കണം. നമ്മള് ഇപ്പോ ഗോപികമാര് കാത്യാനി പ്രാർത്ഥിക്കാൻ പോയി. എന്തിനു വേണ്ടിയിട്ടാ പോയത്? കൃഷ്ണനെ വരനായി കിട്ടാൻ. കൃഷ്ണായ വരനായി കിട്ടാൻ. അവർക്ക് അതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ യെസ് പ്ലീസ് ഹെൽപ്പ് അസ്, അതാണ് അവരുടേത്. അല്ലാണ്ട് നിങ്ങളാണ് എല്ലാം ഇതിന്റെ നാഥൻ, നിങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റും, എനിക്ക് ഇന്ന വരം വേണം ഒന്നും പറഞ്ഞിട്ടില്ല. അവരുടെ അൾട്ടിമേറ്റ് എന്താണ്? ഭഗവാനെ പ്രാപിക്കാന്നുള്ളത്. അപ്പൊ അത് ഭഗവാനെ ആരൊക്കെ തരാൻ പറ്റും അവരോട് പ്രാർത്ഥിക്കാം. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ഭഗവാൻ പറയുന്നത്, അന്യദേവീ ദേവതമാരെ പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഭൗതിക തലത്തിൽ ഒന്നും ചോദിക്കാതിരിക്കുക. അങ്ങനെ ഭൗതിക തലത്തിൽ ചോദിച്ചാൽ നമുക്ക് വീണ്ടും എന്താണ്? റിപ്പീറ്റഡ് ബർത്ത് ആൻഡ് ഡെത്ത്, സംസാര ചക്രത്തിലൂടെ വീണ്ടും വീണ്ടും പോയിക്കൊണ്ട്. അപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ ഭഗവത്ഗീതയിലത്തെ ആ അടിസ്ഥാനത്തിൽ അതിന്റെ ആധാരത്തിൽ നമ്മൾ ഭക്തിയുത സേവനം ചെയ്തിട്ട് അവർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റുന്നത് കൃഷ്ണപ്രേമം, കൃഷ്ണഭക്തി തരാൻ പറ്റും. അതാണ് നമ്മൾ ചോദിക്കേണ്ടത്. അപ്പൊ അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ തന്നെ പോയാൽ തന്നെ നമുക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാം, അല്ലെ? ഇഷ്ടം പോലെ ഭഗവാനെ ഡയറക്റ്റ്ലി പ്രാർത്ഥിക്കാം. അപ്പൊ ഈവൻ ചൈതന്യ മഹാപ്രഭു പിൽഗ്രിമേജ് സൗത്ത് ഇന്ത്യൻ ടൂറിന് പോയ സമയത്ത് ഒരുപാട് ശിവന്റെ ക്ഷേത്രത്തിലും ദേവി ക്ഷേത്രത്തിലും പോയിട്ടുണ്ടായിട്ടുണ്ടാവും, ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ എല്ലാം എന്താണ്? അവരെ ഭഗവാനായിട്ട് കണ്ടില്ല, ഭഗവാന്റെ ദാസന്മാരായിട്ട്, ഭഗവാന്റെ എംപവേർഡ് പേഴ്സണാലിറ്റീസ് ആയിട്ട് കണ്ടത്, എംപവേർഡ് ഏജന്റ് ആയിട്ട് കണ്ടത്. ആ റിലേഷൻഷിപ്പിലാണ് പ്രാർത്ഥിച്ചത്. അവിടെ പോകരുതെന്നല്ല, പോയാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് അത് മനസ്സിലാക്കുക, അത്രേ വേണം. സോ പേഴ്സൺസ് ഹു ആർ എൻഗേജ് ഇൻ ദ വർഷിപ്പ് ഓഫ് ഡെമിഗോഡ്സ് ആർ നോട്ട് വെരി ഇന്റലിജന്റ്. കാരണം അവര് അവിധിപൂർവമാണ് ചെയ്യുന്നത്, വിധിപ്രകാരമല്ല ചെയ്യുന്നത്. Although such worship is offered to me indirectly, Krishna says. For example, when a man pours water on the leaves and branches of a tree without pouring water on the root, he does so without sufficient knowledge or without observing regulatory principles. ഭാഗവതത്തിലെ ആ ശ്ലോകം വളരെ ക്ലിയർ ആണ്. എന്താണ് ശ്ലോകം? യഥാതരോർ മൂല നിശ്ചയിച്ചനേന, അല്ലെ? അതായത് ഒരു വൃക്ഷത്തിന്റെ വേരിലാണ് വെള്ളമൊഴിക്കേണ്ടത്. ആ വേരിൽ വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ ആ വൃക്ഷം ഓട്ടോമാറ്റിക്കലി എല്ലാ പാർട്സിനും അതിന് കൊടുക്കും. അതിന്റെ ഇലയ്ക്കും അതിന്റെ ചില്ലകൾക്കും അതിന്റെ ശാഖകൾക്കും അതിന്റെ പഴത്തിനും പൂവിനെല്ലാം അത് എത്തിച്ചു കൊടുക്കും.
അല്ലാണ്ട് ഇലയ്ക്ക് കുറച്ച് വെള്ളം, കുറച്ച് പഴത്തിന്, കുറച്ച് പൂവിന്, കുറച്ച് ശാഖയ്ക്ക് അങ്ങനെ വെള്ളം കൊടുത്താൽ ശരിയാവും. അതേപോലെ ഭഗവാനെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ അംഗങ്ങളായിട്ടുള്ള അംശങ്ങളായിട്ടുള്ള എല്ലാ ദേവീ ദേവതമാരും തൃപ്തിപ്പെടും എന്നാണ് പറയുന്നത്. എങ്ങനെ ഭക്ഷണം നമ്മൾ വായിൽ കൂടെ ഉദരത്തിലേക്ക് കൊടുക്കുന്നുവോ, അപ്പൊ അവിടുന്ന് നമ്മളുടെ നറിഷ്മെന്റ്, പുഷ്ടി എല്ലാ ഭാഗങ്ങൾക്കും എത്തിക്കുന്നു. അതേപോലെ തന്നെയാണ് ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം തൃപ്തിപ്പെടുന്നു. അതുകൊണ്ട് ഇവർക്കൊന്നും സെപ്പറേറ്റ് ആയിട്ട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഇൻഡയറക്ട്ലി ചെയ്യുന്നു, അത് അവിധിപൂർവം റോങ് ആയിട്ടാണ് ചെയ്യുന്നത്. അവര് ബുദ്ധിമാന്മാരല്ല എന്നാണ് പറയുന്നത്. So he does so without sufficient knowledge or without observing regulatory principles. Similarly, the process of rendering service to different parts of the body is to supply food to the stomach. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും സ്റ്റൊമക്കിലേക്കാണ് പോകുന്നത്. അവിടുന്നാണ് അതിന്റെ പോഷകാംശങ്ങളെല്ലാം വിവിധ പാർട്സ് ഓഫ് ദ ബോഡിയിൽ എത്തുന്നത്. The demigods are, so to speak, different officers and directors in the government of Supreme Lord. ഒരു കമ്പനിയിൽ എങ്ങനെയാണ് വ്യത്യസ്തമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, അതിന്റെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഉണ്ട്, അതേപോലെ ഈ യൂണിവേഴ്സൽ ഓഫീസർ, യൂണിവേഴ്സൽ കമ്പനിയില് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അവർ ആ ഡിപ്പാർട്ട്മെന്റ് എല്ലാം നോക്കി നടത്താൻ വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ആണ്. അവരാണ് ആരെ? ഈ ഡിഫറെന്റ് ഡെമിഗോഡ്സ്, different officers and directors in the government of the Supreme Lord. One has to follow the laws made by the government, not by the officers or directors. അപ്പൊ ഈ നിയമങ്ങൾ ആരാണ് ഉണ്ടാക്കുന്നത്? ഗവൺമെന്റ് ആണ് ഉണ്ടാക്കുന്നത്. അല്ലാണ്ട് ഓരോരുത്തരും പിന്നെ നിയമങ്ങൾ ഉണ്ടാക്കുന്നില്ല. ഓഫീസേഴ്സും അല്ലെങ്കിൽ മാനേജേഴ്സും അല്ല നിയമം ഉണ്ടാക്കുന്നത്, ഗവൺമെന്റ് ആണ്. അതേപോലെ സുപ്രീം ലോർഡാണ് ഈ നിയമം ഉണ്ടാക്കുന്നത്. Similarly, everyone is to offer his worship to the Supreme Lord only. അതുകൊണ്ട് ഭഗവാനെ മാത്രം വർഷിപ്പ് ചെയ്താൽ മതി. So that is all inclusive. അതിലെല്ലാം ഇൻക്ലൂസീവ് ആയിട്ടുണ്ട്. That will automatically satisfy different officers and directors of the Lord. എങ്ങനെ നമ്മൾ ഭക്ഷണം ഉദരത്തിലേക്ക് കൊണ്ടുപോയാൽ ഉദരത്തിൽ നിന്ന് അതിൻ്റെ വേണ്ടുന്ന എല്ലാ പോഷകാംശങ്ങളും മറ്റുള്ള അദ്ദേഹത്തിന്റെ ഭാഗങ്ങളിലേക്ക് എത്തുന്നു, അതേപോലെ ഭഗവാനെ നമ്മൾ പ്രാർത്ഥിച്ചാൽ ഭഗവാന്റെ അംശങ്ങളായുള്ള എല്ലാ ദേവി ദേവതമാർക്കും അതിന്റെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. ഓഫീസേഴ്സ് ആൻഡ് ദ ഡയറക്ടേഴ്സ് ആർ എൻഗേജ്ഡ് ആസ് representatives of the government, and to offer some bribe to the officers and directors is illegal. നമ്മള് ഡെമിഗോഡ് വേർഷിപ്പ് ഓരോ കാര്യം സാധിക്കാൻ വേണ്ടി ചെയ്യുന്നത് ഓഫീസേഴ്സിനെ ബ്രൈബ് ചെയ്യുന്ന പോലെയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് ചില ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയാൽ അണ്ടർ ദ ടേബിളൊക്കെ കൊടുക്കുന്നില്ലേ, അതിനെ പോലെയാണ് ഡെമിഗോഡ്സ് വർഷിപ്പ് എന്ന് പറയുന്നത്. It is illegal. This is stated here as അവിധിപൂർവകം. അതാണ് വിധി അല്ലാത്ത ആ ഒരു പ്രോസസ്, വിധിപ്രകാരം അല്ലാത്ത പ്രോസസ്. In other words, Krishna does not approve the unnecessary worship of the demigods. ഭഗവാൻ അതിനെ അപ്രൂവ് ചെയ്യുന്നില്ല. It's indirect. It's a wrong way. So it's a beautiful shloka. എന്തുകൊണ്ട് ഡെമിഗോഡ് വേർഷിപ്പ് എൻകറേജ് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് അത് ശരിയല്ല എന്നുള്ള ക്ലിയർ കട്ട് ഇൻസ്ട്രക്ഷൻ ആണ് ഭഗവാൻ ഇവിടെ അർജുന പറഞ്ഞു. ഏപി അന്യ ദേവതാ ഭക്ത യജന്തേ ശ്രദ്ധയാൻവിത തേപി മാം ഏവ കൗന്ദേയ യജന്തി അവിധിപൂർവകം. റോങ് വേ, ഇങ്ങനെ റോങ് വേ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്. ഒരു ശ്ലോകം കൂടി എടുക്കാം. അഹം ഹി സർവയജ്ഞാനാം ഭോക്താ ച പ്രഭുരേവ ച ന തു മാം അഭിജാനന്തി തത്വേന തസ്യവ്യന്ത്യതേ. അഹം ഹി സർവയജ്ഞാനാം ഭോക്താ ച പ്രഭുരേവ ച ന തു മാം അഭിജാനന്തി തത്വേന തസ്യവ്യന്ത്യതേ. കവിത മാതാജി. अहं हि सर्वयज्ञानां भोक्ता च प्रभुर् एव च न तु माम् अभिजानान्ति तत्त्वेता
च वन्दिते। पार्वती माता जी। अहं हि सर्वयज्ञानां भोक्ता च प्रभुरेव च न तु मामभिजानन्ति तत्त्वेनातश्चयन्ति ते। शैलजा माता जी। हरे कृष्ण। अहं हि सर्वयज्ञानां भोक्ता च प्रभुरेव च न तु माम् अभिजानन्ति तत्तेन तच्च वन्दिते। सिमी माता जी। अहं हि सर्वयज्ञानां भोक्ता च प्रभुरेव च न तु मामभिजानन्ति तत्त्वेनातश्च्यवन्ति ते। हरि बोल। रूपेश्वरी माता जी। हरे कृष्ण प्रभुजी। अहं हि सर्वयज्ञानां भोक्ता च प्रभुरेव च न न तु माम अभिजानन्ति। तु माम् अभिजानन्ति तत्त्वेनातश्च्यवन्ति ते। हरि बोल। अर्चना माता जी। हरे कृष्ण। अहं हि सर्वयज्ञानां भोक्ता च प्रभु एव च न तु मामभिजायन्ति तत्त्वेन वन्दिते। Translation: I am the only enjoyer and master of all sacrifices. Therefore, those who do not recognize my true transcendental nature fall down. അപ്പോൾ ഭഗവാൻ മാത്രമാണ് ഈസ് ദ ഓൺലി എൻജോയർ. മറ്റെല്ലാവരും ദേ ആർ എൻജോയ്ഡ്. അത് മനസ്സിലാക്കുന്നില്ല. നമ്മൾ ഭഗവാനായിട്ട് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ ഇവിടെ ബന്ധനത്തിൽ പെടുന്നത്. നമ്മുടെ ഈ കുടുക്കിൽ പെടുന്നത്. ജന്മ മൃത്യു ജര വ്യാധി സൈക്കിളിൽ വന്ന് പെടുന്നു. ഭഗവാനെ പോലെ നമ്മൾ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുകയാണ് നമ്മളുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ സേവിക്കാൻ ചെയ്യാതെ നമ്മൾ നമ്മുടെ സ്വന്തം ഇന്ദ്രിയങ്ങളെ ആസ്വദിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ഭവസാഗരത്തില് പെട്ടുപോകുന്നു, ബന്ധനത്തിൽ പെട്ടുപോകുന്നു, ജന്മ മൃത്യു ജര വ്യാധിയിൽ പെട്ടുപോകുന്നു. അതാണ് ഭഗവാൻ പറയുന്നത്, ഐ ആം ദ ഓൺലി എൻജോയർ. അവരാരും എൻജോയർ അല്ല. ഭോക്ത, ഐ ആം ദ ഓൺലി ഭോക്ത ആൻഡ് മാസ്റ്റർ ഓഫ് ഓൾ. എല്ലാ യജ്ഞങ്ങളും എൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ്. Therefore, those who do not recognize my true transcendental nature fall down. ഇത് മനസ്സിലാക്കാത്ത ആൾക്കാരെ എന്താണ്? They will fall down. They will fall down means they will be bound to this material world. They will have to come and go again and again through this vicious cycle of birth and death. So here it is clearly stated that there are many types of yajna performances recommended in the Vedic literatures, but actually all of them are meant for satisfying Supreme Lord. Bhagavan തന്നെ പറയുന്ന ഭോക്താറാം യജ്ഞതപസാം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിരിച്ചത്. അപ്പൊ ഇതെല്ലാം ഭോക്ത, സർവലോക മഹേശ്വരം, സുഹൃതം, ഇതെല്ലാം ഭഗവാനാണ്. The only enjoyer is Lord Krishna ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നു. ഇതെല്ലാം ഭഗവാന്റെ സേവനത്തിനുണ്ട്. ഋഷികേശ സേവനം ഭക്തി ഉച്ചതി. Yajna means Vishnu. In the 3rd chapter of Bhagavad Gita, it is clearly stated that one should only work for satisfying Yajna or Vishnu. The perfectional form of human civilization known as Varnashrama Dharma is specifically meant for satisfying Vishnu. Varnashrama Dharma, a system ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ഭഗവാൻ വിഷ്ണുവിന്റെ സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ടാണ്. Therefore, Krishna says in this verse, I am the enjoyer of all sacrifices because I am the supreme master. Less intelligent persons, however, without knowing this fact, worship demigods for temporary benefit. ഇത് മനസ്സിലാക്കാതെ ബുദ്ധി കുറഞ്ഞ ആൾക്കാര്, ബുദ്ധി ഇല്ലാത്ത ആൾക്കാര് അന്യ ദേവിദേവതമാരെ ഉപാസിക്കുന്നു അവരുടെ ഭൗതിക സുഖത്തിന് വേണ്ടിയിട്ട്, ടെമ്പററി ആയിട്ടുള്ള ഭൗതിക സുഖത്തിന് വേണ്ടിയിട്ട്. Therefore, they fall down to the material existence and do not achieve the desired goal of life. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ അവർ തീർച്ചയായിട്ടും വീണ്ടും ഈ ഭൗതിക ലോകത്തിലേക്ക് വരേണ്ടി വരുന്നു. If, however, anyone has any material desire to be fulfilled, he had better pray for it to the Supreme Lord. Although that is not pure devotion,
and he will thus achieve the desired result. In case അങ്ങനെ ഭൗതിക തലത്തിൽ ആഗ്രഹം ഉണ്ടെങ്കിലും കൂടിയിട്ട് ഭഗവാനെ മാത്രം ഉപാസിക്കുക. അവിടെ എന്താണ് റിസ്ക് ഫാക്ടർ ഒഴിവാകും. അതാണ് അന്യ ദേവി ദേവന്മാരെ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് സ്ട്രിങ്സ് അറ്റാച്ച് ടു ഇറ്റ്. ഇതില് ഭഗവാനെ മാത്രം ഉപാസിക്കുകയാണെങ്കിൽ ഭഗവാൻ അറിയാം whether this person is capable of handling the situation. If not, he will not give it. Okay, നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ തരാം തരാതിരിക്കാം. തന്നാൽ he is merciful to us. തന്നിട്ടില്ലെങ്കിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? തരാണെങ്കിൽ he is very merciful to us. തന്നിട്ടില്ലെങ്കിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? He is protecting us by not giving, because he knows that we are not capable of handling that. അപ്പൊ നമ്മൾ എന്ത് ചോദിച്ചാലും ഭഗവാൻ തരണം എന്നില്ല. അപ്പൊ ഭഗവാൻ തന്നു കഴിഞ്ഞാൽ യെസ്, that is his mercy. We can handle that situation. He knows that. So he gives. He awards that. If he doesn't give means he is protecting us because he knows very well that we cannot handle the situation. So he will not give it. എങ്ങനെ ഒരു ചെറിയ കുട്ടിയുടെ കയ്യില് അച്ഛൻ ഒരു കത്തി കൊടുക്കില്ല? സോ എന്താണ് അത് മനസ്സിലാക്കേണ്ടത്? The father is protecting the child. He knows very well he cannot handle that knife at that particular age. The same child, when he grows to the age of 20-25, if he asks the knife, he will give, because he knows very well that he can handle the knife at that particular age. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈവൻ നമുക്ക് ഭൗതിക തലത്തിലുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഭഗവാനെ മാത്രം ഉപാസിച്ചാൽ മതി. അവിടെ റിസ്ക് ഫാക്ടർ ഇല്ല. മറ്റവരെ പ്രാർത്ഥിച്ചാൽ അവര് നോക്കുന്നില്ലേ വെദർ വി ആർ കാപ്പബിൾ ഓഫ് ഹാൻഡ്ലിങ് ദാറ്റ്, അവർ തരുന്നത്. ഭൗമാവസരന്റെ കഥ നമുക്കറിയാം. ശിവഭഗവാന് പറ്റിയ അബദ്ധം. വരം കൊടുത്തു, അവസാനം ഭൗമാസുരനല്ലേ, ഭസ്മാസുരൻ, എന്താ പേര്? നരകാസുരനോ? ഭസ്മാസുരൻ. ഭസ്മാസുരൻ. അവസാനം ശിവൻ ഭഗവാൻ തന്നെ പോയി ടെസ്റ്റ് ചെയ്യാൻ പോയി. അവസാനം ആരെ രക്ഷിച്ചത്? വിഷ്ണു ഭഗവാൻ. അപ്പൊ അതാണ് ഇവിടെ പർപ്പോട്ടിൽ പ്രഭാത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്. ഇഫ് ഹവർ എനിവൺ ഹാസ് എനി മെറ്റീരിയൽ ഡിസയർ ടു ബി ഫുൾഫിൽഡ്, he had better pray for it to the Supreme Lord. Although that is not pure devotion. അത് ശുദ്ധ ഭക്തിയല്ല എങ്കിലും കൂടിയിട്ട് to avoid any risk. And he will thus achieve the desired result. ശ്രീമദ് ഭാഗവതത്തിലെ ബ്യൂട്ടിഫുൾ ശ്ലോകം ഉണ്ട്. എന്താണ്? അകാമ സർവകാമോവ മോക്ഷകാമ. ഓക്കെ. തീവ്രേണ ഭക്തി യോഗേന യജേതാ പുരുഷം. അപ്പൊ നമുക്ക് ഒരു ആഗ്രഹമില്ല, എല്ലാ ആഗ്രഹങ്ങളുണ്ട്, മുക്തിക്കുള്ള ആഗ്രഹമുണ്ട്. എന്തുണ്ടെങ്കിലും ശരി ഭഗവാനെ മാത്രം ഉപാസിക്കുക. അവിടെ നമ്മുടെ രക്ഷപ്പെടും. അല്ലാത്ത പക്ഷം മറ്റ് അന്യ ദേവി ദേവതമാരെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവര് പ്രീതിപ്പെട്ട് കഴിഞ്ഞാൽ അവർ പൈസ, നമ്മൾ ഷോപ്പ് കീപ്പർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ കത്തിയും തരും, സിഗരറ്റും തരും, മദ്യം തരും, ഒക്കെ തരും. അവർ പ്രീതിപ്പെടുത്തുന്ന പൈസ കിട്ടുക. അതേപോലെ അന്യ ദേവി ദേവതമാരെ പ്രീതിപ്പെടുത്തുക, പാസ് ചെയ്തിട്ട് അവരെ പ്രാർത്ഥിച്ചിട്ട്. അപ്പൊ അവര് അതിന്റെ ഭവിഷ്യത്ത് വരുമറായി നോക്കാതെ അവര് വരങ്ങൾ തരും. അപ്പോ ആ വരങ്ങൾ നമ്മൾ ശരിക്കും ഉപയോഗിക്കില്ല. അപ്പൊ അത് പ്രശ്നത്തിൽ വന്നു ചേരും. അതുകൊണ്ടാണ് ഭഗവാനെ മാത്രം പ്രാർത്ഥിച്ചാൽ മതി. ഭഗവാൻ അറിയാം ഇത് കൊടുക്കണോ കൊടുക്കണ്ടേന്ന്. കൊടുത്താൽ ഭഗവാന്റെ മേഴ്സി, കൊടുത്തിട്ടില്ലെങ്കിൽ ഭഗവാൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുക. ഇത്ര മനസ്സിലാക്കുക. നമ്മൾ ചെന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ, മെറ്റീരിയൽ ആഗ്രഹം ഉണ്ടെങ്കിൽ, അത് ശുദ്ധ ഭക്തിയല്ല എങ്കിലും കൂടിയിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ ഭഗവാനെ മാത്രം പ്രാർത്ഥിക്കുക. എനിക്ക് ഇന്നത് വേണം, എനിക്കൊരു ലോട്ടറി അടിക്കണം 10 കോടിയുടെ. ഓക്കെ, ചെന്ന് പ്രാർത്ഥിക്കാം. 10 കോടി കിട്ടിയാൽ ഭഗവാൻ അറിയാം 10 കോടി എനിക്ക് അത് വേണ്ട വിധത്തില് ഉപയോഗിക്കാൻ അറിയാമെന്ന്. തന്നിട്ടില്ലെങ്കിൽ എന്താണ്? എന്നെ പ്രൊട്ടക്ട് ചെയ്യാണ്, ഭഗവാൻ തരില്ല. ഇതാണ് പറയുന്നത്. ഹരേ കൃഷ്ണ.
वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यः च पतितानां पावनेभ्यो वैष्णवेभ्यो। अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय। ताय गो प्रेमानंदे। हरि हरि बोल।